ചാവപ്പണിഞ്ഞ മണ്ണിത് ചരിത്രമേറെയുണ്ടത് മായുകില്ല മായ്ച്ചിടുകില്ല. അനുഭവങ്ങൾ ഊർജമാക്കി മാറ്റിയ സഖാക്കളാൽ ഉയർത്തിവാനിലീ ചെങ്കൊടി. സനിജ, ഒരു ശക്തമായ സംസ്ഥാനത്തിനുടനീളം നടന്നൊരു ഇലക്ഷൻ്റെ ഒരു ചൂട് ഇപ്പോൾ ഒഴിഞ്ഞു പയ്യെ മാറുകയാണ് അല്ലേ? റിസൾട്ട് എല്ലാം വന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് നമ്മുടെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് 7ാം വാർഡിൽ ശക്തമായ മത്സരത്തിൻ്റെ ഇടയിൽ നല്ല മിന്നുന്ന വിജയമാണല്ലോ സനിജാൻ കരസ്ഥമാക്കിയത്. അപ്പം പൊതുവെ UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടെങ്കിലും നിയമസഭയിലേക്ക് ഇനി അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരികയാണ്, ഒരു വലിയ തിരഞ്ഞെടുപ്പ്. അപ്പം ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിലും ഒരു എന്തു പറയുന്ന ജനസമ്മതനായ ബാല്യകാലം മുതൽ തന്നെ പ്രസ്ഥാനത്തിന് വേണ്ടി നിന്ന് ജനകീയനായ ജനങ്ങൾക്കിടയിൽ സനിജാൻ വർഷങ്ങളായിട്ടുള്ള അനുഭവ പരിചയമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ഇനിയും വരാൻ പോകുന്നത് ഇനി ജനങ്ങളോട് എന്താണ് ഈ അനുഭവത്തിൽ നിന്ന് ഈ നാടിന് വേണ്ടിയും ഒക്കെ ചെയ്യാൻ സനിജാൻ കാണുന്ന സ്വപ്നങ്ങൾ? മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തുടനീളം നടന്ന തിരഞ്ഞെടുപ്പിലും LDFന് ഒരു ചെറിയ പ്രഹരം ഉണ്ടായിട്ടുണ്ട്. അത് വസ്തുതയാണ്. അത് കേരളത്തിലെ സർക്കാർ ജനപക്ഷ വികസനവുമായി മുന്നോട്ട് പോവുകയാണ്. ആ പിണറായി സർക്കാരിൻ്റെ എന്തെങ്കിലും കിട്ടാത്ത, ഏതെങ്കിലും ആനുകൂല്യം കിട്ടാത്ത ഒരു വീട് പോലുമില്ല. യഥാർത്ഥത്തിൽ ചെറിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരമൊന്നുമല്ല. അത് പ്രാദേശികമായിട്ടുള്ള ചില വികാരത്തിൻ്റെ പുറത്ത് ചില കാര്യങ്ങൾ, ചില പഞ്ചായത്തുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്തു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനകത്ത് അത് ഈ പിന്നോട്ടടി അത് മുന്നോട്ടടിയായിട്ട് മാറും. കാരണം ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ തന്നെ ഉദാഹരണമായിട്ട് 2000 രൂപ പെൻഷൻ കൊടുക്കുക, 45 രൂപയിൽ തുടങ്ങിയത് 2000 രൂപ കിട്ടുകയാണ്. എൻ്റെ ഈ വീടിൻ്റെ അടുത്ത് തന്നെ 3600 രൂപ വാങ്ങിക്കുന്ന ഒരു 5-6 പേരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്നു. ഇത്തരം ജന ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ട് പോക്കിൽ നേട്ടം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഈ പ്രദേശത്ത് പരിശോധിച്ചാൽ തന്നെ ഞാനൊരു 10-40 വർഷമായി ഈ പ്രദേശത്ത് മല്ലപ്പള്ളി താലൂക്കിലും പ്രധാനമായും മല്ലപ്പള്ളി ടൗണിലടക്കമുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. എൻ്റെ പ്രദേശത്ത് ഈ തൊഴിലാളികളാണ് കുടുങ്ങിപ്പാർക്കുന്ന ആളുകൾ. പക്ഷേ അവർ ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ഇടതുപക്ഷം സ്നേഹിക്കുന്ന ആളുകളെന്നുള്ള നിലയ്ക്ക് നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ മല്ലപ്പള്ളി പഞ്ചായത്തിലെ ഭരണം അത് UDFൻ്റെ ഒരു സംഘടന മികവിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരുന്ന നേട്ടമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. മല്ലപ്പള്ളി പരിശോധിച്ചാൽ ഒരു UDFന് റിബലില്ലാത്ത സ്ഥലം ചുരുക്കമായിരുന്നു വാർഡുകൾ. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. എങ്കിലും ചില വാർഡുകളിൽ 6 വോട്ടിന് 10 വോട്ടിനൊക്കെ തോക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭരണം കിട്ടിയില്ലെങ്കിലും ഏതാണ്ട് ഒരു മല്ലപ്പള്ളി പഞ്ചായത്തിൽ ഒരു LDFന് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ വാർഡിൻ്റെ എണ്ണം നോക്കിയപ്പോൾ ചിലപ്പം ആ നിലയ്ക്ക് വിജയം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മുന്നോട്ടുള്ള ഏപ്രിൽ മാസത്തെ അടക്കം തിരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിന് ജയിക്കാൻ വേണ്ടി, നിയമസഭ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ജനമുന്നേറ്റം ഉണ്ടാക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ. ഇപ്പോൾ തീർച്ചയായിട്ടും വരും വർഷങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് വികസനത്തിൻ്റെ പാത തുറക്കട്ടെ, നാടിന് അനുഗ്രഹമാകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും.